റിസോർട്ട് വിവാദത്തിൽ സിപിഎം നേതാവ് ഇ പി ജയരാജനെതിരായ ആരോപണം തുടർന്ന പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച പരാതിയിൽ എന്താണ് നടപടിയെന്ന് ചോദ്യം. കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിലും പ്രശ്നം പി ജയരാജൻ ഉന്നയിച്ചിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനം അടക്കം ആരോപണങ്ങളിലാണ് നടപടി ആവശ്യം. ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട റിസോർട്ട് വിവാദം സിപിഎമ്മിൽ വീണ്ടും സജീവമാകുന്നു. കണ്ണൂരിലെ ആയുർവേദ റിസോർട്ട് വൈദേകവുമായി ഇ പി ജയരാജന്റെ ബന്ധം സംബന്ധിച്ചുള്ള പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്നാണ് പി ജയരാജൻ ചോദിച്ചത്. ആ വിഷയത്തിൽ തൽക്കാലം തീരുമാനമെടുത്തിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ വർഷം ചേർന്ന സിപിഎം സംസ്ഥാന സമിതിയിൽ മറുപടി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സിപിഎം സംസ്ഥാന സമിതി യോഗത്തിൽ വീണ്ടും ഇതേ പ്രശ്നം തന്നെ പി ജയരാജൻ ആവർത്തിച്ച് ചോദിച്ചു. റിസോർട്ട് വിവാദത്തിൽ ഇ പി ജയരാജനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? വിവാദങ്ങൾ അന്വേഷിച്ചിരുന്നു. പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പേരിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ഇ പി ജയരാജനെതിരെ ഒരിടക്കാലം വരെ വിവാദങ്ങളില്ലായിരുന്നു. വീണ്ടും ഇ പി ജയരാജനെതിരെ പി ജയരാജൻ വിവാദങ്ങളുടെ ചരിത്രം ചികയുകയാണ്. ഇ പിക്കെതിരെ കൂടുതൽ നടപടികൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പി ജയരാജൻ വീണ്ടും വിവാദങ്ങൾ കുത്തിപ്പൊക്കുന്നത്. വിഷയങ്ങൾ മറന്നിട്ടില്ല എന്നും പല കാരണങ്ങളാൽ ചർച്ച നീണ്ടുപോയതാണെന്നും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.